ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈനസ് ഇന്ന് സർവീസിന് കൊടുക്കാൻ പോവാണ്. സർവീസിന് കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഏകദേശം വണ്ടി പറയും 5000 കിലോമീറ്റർ, 6000-ലാണ് ഓയിൽ ചേഞ്ചിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. അപ്പം ഏപ്രിലായി 6 മാസത്തോളം ആയി. AMC എടുത്തതുകൊണ്ടാണ് ഈ കുറഞ്ഞ കിലോമീറ്ററിൽ നമ്മൾ സർവീസിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ AMC എടുത്തുകൊണ്ട് ഒരു ഗുണമില്ലാതെ ഇപ്പം കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഇതാണോ, ഇതങ്ങ് ലൂസായിപ്പോയി. എങ്ങനെ ലൂസായെന്ന് ഉരുപ്പെടുത്തില്ല, ഇത് ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. പിന്നെ അവർ ABS-ൻ്റെ സെൻസർ റീപ്ലേസ് ചെയ്യാനായിട്ട് കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. അത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണം, മഴയൊക്കെ അല്ലേ വരുന്നത്, അപ്പം അത് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പെയിൻറ്റൊക്കെ പോയത്. പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് നന്നേ ഫീലാകുന്നുണ്ട്. പിന്നെ ഇതിന് ബോക്സ് അടിക്കണം, കമ്പനിയിൽ നിന്ന് വരുന്ന ബോക്സ് ചെയ്യണം. കാരണം ഇതിങ്ങനെ ഇളവ് കണ്ടോ, ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിന്നോളും. പിന്നെ ABS-ൻ്റെ സെൻസർ, പിന്നെ അഡീഷണലായിട്ടൊരു വൈസറും കൂടെ വെക്കണമെന്ന് ഞാൻ കരുതുന്നു. ഫണ്ടൊക്കെ ആണെങ്കിൽ വൈസർ വെക്കും. പിന്നെ ബാക്കിലൊരു റെസ്റ്റോറൻ്റ് അല്ല, അത് അടിപൊളിയാണ്. അതും ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ്, നോക്കി. അതുപോലെ തന്നെ ഇവിടെ ഒരു എൻജിൻ ഗാർഡ് ഉണ്ടല്ലോ, അതൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. വണ്ടിയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും. വണ്ടി അടിപൊളിയാണ് കേട്ടോ, സ്മൂത്താണ്. പിന്നെ വീലിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് പരിപാടിയായിട്ട് പത്തനംതിട്ട ബിഗ് വിങ്, ഹോണ്ട ബിഗ് വിങ്ങിലേക്കാണ് നമ്മളിന്ന് സർവീസിനായിട്ട് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ചെയിൻ ഭയങ്കര ലൂസാണ് കേട്ടോ. ഇതൊന്ന് ടൈറ്റ് ചെയ്യണം, സെറ്റ് ചെയ്യണം. സമയമാണെങ്കിൽ 9:20 അപ്പോഴേ നമ്മുടെ വണ്ടിയാണ് ഈ കാണുന്നത്. അത് സർവീസ് സെൻറ്ററിലെ സർവീസിനായിട്ട് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പൊക്കി വെച്ചിട്ടുണ്ട്. ഈ സർവീസ് ചെയ്യുന്ന ചേട്ടനുണ്ടോ, അടിപൊളി ഒരു മെക്കാനിക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സർവീസൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അതിനി എന്താണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയും. ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാമായിരുന്നു കേട്ടോ, വിട്ടുപോയി. എന്നിരുന്നാലും ഞാൻ നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്യുന്നത് കണ്ടതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സർവീസൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ നമുക്ക് എന്നാൽ ഷോറൂമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചു. ഹോണ്ടയുടെ പ്രീമിയം കാറ്റഗറി വരുന്ന എല്ലാ വാഹനങ്ങളും നമ്മുടെ പത്തനംതിട്ട ഹോണ്ട ബിഗ് വിങ്ങിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് ഷോറൂമിന് അകത്തെ കാഴ്ചകൾ. ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം സർവീസും മറ്റ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈനസ് നമ്മുടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോഴേ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് വണ്ടി വന്നത്. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക്. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷനാണ് വരുത്തിയേക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. സർവീസ് കോസ്റ്റ് എത്രയായെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇവിടെ മോഡിഫിക്കേഷൻസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. ഇത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഏകദേശം 5084 കിലോമീറ്റർ നമ്മുടെ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5026 കിലോമീറ്ററിലാണ് നമ്മൾ സർവീസ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് സർവീസാണ്, പെയ്ഡാണ്. ഇതുണ്ടോ, നമ്മൾ ബോക്സ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ബോക്സ് വെച്ചിട്ടുണ്ട്. ഏകദേശം 350 രൂപയോളമായിട്ടുണ്ട് നമുക്ക് ബോക്സ് വെച്ചതിന്. ഈ ബോക്സ് വെച്ചെങ്കിൽ മാത്രമേ നല്ല വണ്ടിക്ക് നല്ല ലുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ബോക്സ് വെച്ചതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് വശത്തെ നമ്പർ പ്ലേറ്റ് കിടന്ന് അടിക്കുമായിരുന്നു. അപ്പോൾ ബോക്സ് വെച്ചില്ലെങ്കിൽ ഭയങ്കര പെട്ടപ്പേന്ന് പറഞ്ഞ് ഭയങ്കര അടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ രണ്ടാമതായിട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന മോഡിഫിക്കേഷൻസ് വെച്ച് ഹോണ് അവിടെ ചെന്നിട്ട് ഈ പ്രാവശ്യം കിട്ടിയില്ല കേട്ടോ. ഈ പ്രാവശ്യം കിട്ടില്ല. സർവീസ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ്. ഇവിടെ ഇപ്പോഴും ചെളിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഹോണ് നമുക്ക് കിട്ടിയില്ല. ഇപ്രാവശ്യം ഒരെണ്ണം കൊണ്ട് ഡുവലാക്കണമെന്ന് കരുതി ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അവിടെ ചെന്ന് തന്നെ സാധനം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആക്കി കിട്ടിയില്ല. അതുപോലെ തന്നെ
ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ബൂട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സർവീസിന് പോയാണ് ബൂട്ട് ഇട്ടാണ്. ഏകദേശം 700 രൂപ സംതിങ് ആയതാണ് ബൂട്ട്, 600 സംതിങ് 700 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലാപ്പ് ഇട്ടായിരുന്നു, ഇതും കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ സർവീസിന് പോയാണ് നമ്മൾ ഫ്ലാപ്പ് ഇട്ടത്. അതുപോലെ തന്നെ എൻജിൻ ഓയിലും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും ഒക്കെ തന്നെ നമ്മൾ ഈ സർവീസിൽ മാറിയത്. ഏകദേശം 2000 ചില്ലുവാനും രൂപയാണ് അങ്ങനെ ഇതിന് മാത്രമായിട്ട് നമുക്ക് അയക്കുന്നത്. പിന്നെ ഫിൽറ്റർ ചേഞ്ച് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ നോക്കിയില്ല. അതുപോലെ തന്നെ സെൻസർ കഴിഞ്ഞ പ്രാവശ്യത്തെ സർവീസിന് എന്താണ് ഇതിനകത്ത് സെൻസർ യൂണിറ്റ് അല്ലെ സെൻസേഴ്സൊക്കെ കമ്പനി റീകോൾ പ്രകാരം അവർ മാറി തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ടെ നമുക്ക് എ ബി എസിൻ്റെ സെൻസറും അതിൻ്റെ യൂണിറ്റുകളും ഒക്കെ തന്നെ അവർ മാറി തന്നിട്ടുണ്ട് കേട്ടോ. അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് മാറി തന്നേക്കുന്നത്. കമ്പനി റിട്ടേൺ വണ്ടി ഇത് COD 1 കാറ്റഗറിയിലുള്ള വണ്ടിയാണ്. അപ്പോൾ അത് റീകോൾ ചെയ്ത് വിളിച്ചിട്ടാണ് സെൻസേഴ്സൊക്കെ നമുക്ക് മാറ്റി തന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിത് സാഡിൽ സ്റ്റേ വെച്ചിട്ടുണ്ട്. സാഡിൽ സ്റ്റേക്ക് 500 ചില്ലുവാനും രൂപയാണ് നമുക്കായത്. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ്, ഈ ബാക്ക് റെസ്റ്റാണ് മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഹൈനസിൽ. ഇത് കണ്ടോ, സീറ്റിനോട് ചേർന്ന കളർ തന്നെയാണ് നമ്മൾ ബാക്കും റെസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം 3399 രൂപയാണ് നമുക്ക് ബാക്ക് റെസ്റ്റിന് അയക്കുന്നത്. AMC എടുത്തത് കൊണ്ട് നമ്മൾ അഡീഷണലായിട്ട് വെക്കുന്ന പാർട്സിനെല്ലാം തന്നെ ഏകദേശം 5% കുറവ് AMCയിൽ കിട്ടും. അതുപോലെ തന്നെ ലേബറിൽ നമുക്ക് ഏകദേശം 20% കുറവും AMC എടുത്തുകൊണ്ട് നമുക്ക് കിട്ടും. നമ്മൾ സാഡിൽ സ്റ്റേ വെക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹാൻഡിലുണ്ട്. ഇത് നമ്മൾ അഡീഷണലായിട്ട് ആഫ്റ്റർ മാർക്കറ്റ് കമ്പനിക്ക് പുറത്തുനിന്ന് വെച്ചതാണ് കേട്ടോ. ഇത് വെക്കാനായിട്ട് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഹെൽമെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഹുക്ക് ചെയ്യുന്നുണ്ടേ ഇത് നേരെ ഇങ്ങോട്ട് കയറാനും ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഇത് പൈപ്പൊക്കെ ഉണ്ടല്ലോ ഇതിൽ തട്ടാനും ഈ ടയറയിലൊക്കെ തട്ടാനുമുള്ള സാധ്യതയുണ്ട്. കാരണം അകത്തോട്ടങ്ങ് കയറിപ്പോകും, കാരണം വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ സാഡിൽ സ്റ്റേ വെച്ചത്. ഏകദേശം 500 ചില്ലുവാനും രൂപയായിട്ടുണ്ട് നമുക്ക് സാഡിൽ സ്റ്റേക്ക് വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ബോക്സ്, ആദ്യം തന്നെ പറഞ്ഞു ബോക്സ്, നമ്പർ പ്ലേറ്റിൻ്റെ ബോക്സ്. അതുപോലെ തന്നെ സാഡിൽ സ്റ്റേയുടെ കൂടെ തന്നെ കിട്ടിയ സാധനമാണ് നമ്മൾ ഹെൽമെറ്റ് ഹുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റോപ്പ്. പിന്നെ ഈ കേബിൾസ് എല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ മാറിയതാണ്. അപ്പോൾ ഇതാണ് ഓവറോളായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മോഡിഫിക്കേഷൻ എല്ലാം തന്നെ ലീഗലായിട്ടുള്ളതാണ് കേട്ടോ. അഡീഷണലായിട്ട് വേറെ ഒരു മോഡിഫിക്കേഷനോ ലൈൻ കട്ടിങ്ങോ ഒന്നും തന്നെ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടില്ല. ആദ്യം ഇതിലിരുന്ന ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് നമ്മളുണ്ടല്ലേ ഈ സീറ്റിൻ്റെ കറക്റ്റ് അളവിനായിരിക്കും ഇരിക്കുന്നത് ഈ സാധനം, ഈ പൈപ്പ് വരുന്നത്. കാരണം നമ്മളൊരാൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തെന്നി അങ്ങ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടെ ഹൈറ്റ് പോലും ഇല്ല കറക്റ്റ് ഈ സീറ്റിൻ്റെ നിരപ്പിന്. ഇത് ചുമ്മാ വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു യൂസും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്ക് റെസ്റ്റ് വെച്ചത്. ഇത് നല്ലതാണ് കേട്ടോ. നമുക്ക് പില്ലിന് നല്ല കംഫോർട്ട് തരുന്ന രീതിയിലാണ് ഈ ബാക്ക് റെസ്റ്റ് ഉള്ളത്. ഇത് ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് കേട്ടോ. ഹോണ്ടയുടെ ഒറിജിനലായിട്ടുള്ള പാർട്സ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് ഞാൻ വാഷ് ചെയ്ത് ഇറക്കിയതിന് ശേഷം അവിടെ വെച്ച് തന്നെ ചെയിൻ ലൂബ് ഞാൻ ചെയ്തിരുന്നു. ചെയിൻ ലൂബ് എല്ലാവരും എന്നോട് ചോദിക്കും ഞാൻ ഏതാ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന റെഡോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയിൻ ലൂബാണ് യൂസ് ചെയ്യുന്നത്. ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ WD-40 എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടും. പക്ഷേ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ചെയിൻ ലൂബ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് ഈ WD-40 ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. മറ്റ് ക്ലീനറൊന്നും ഉപയോഗിച്ച് ആ കുഴപ്പം വരത്തില്ല. ചൂടാകുമ്പോഴത്തേനൊന്ന് ജസ്റ്റ് ഒന്ന് ഒലിച്ചിറങ്ങാനുള്ള സാധ്യത ഉണ്ട്. എൻജിൻ ഓയിൽ ഫിൽറ്ററും മറ്റു കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് അതിൻ്റെ ലേബറിലും കൂടെ വരുന്നത് ഏകദേശം 2000 ചില്ലുവാനും രൂപയെ ആകുന്നുള്ളൂ. അത് AMC എടുത്തുകൊണ്ട് ഈ 3000 റൗണ്ട് ചെയ്ത് വരേണ്ടതാണ്. AMC എടുത്തുകൊണ്ട് അത് കുറവ് വന്നത്. ഏകദേശം 2000 ചില്ലുവാനും രൂപയ്ക്കാണ് നമ്മൾ AMC എടുത്തത്. അത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോണ്ട ഹൈനസിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻ. വണ്ടി ഇപ്പം തന്നെ ലുക്കായിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിനി വൈസർ സെറ്റ് ചെയ്യണം. വൈസർ ഇതിന് കമ്പനി വരുന്നത് ഷോർട്ടുണ്ട്, ചെറുതുമുണ്ട്, അതുപോലെ തന്നെ വലിയ വൈസറും കമ്പനി വരുന്നുണ്ട്. ഏകദേശം 2600 രൂപയാണെന്ന് തോന്നുന്നു ഷോർട്ട് വൈസറിനാകുന്നത്. അതുപോലെ തന്നെ ലോങ്ങിനൊരു 3000 രൂപ അടുത്താകും, അല്ലെങ്കിൽ 3000 രൂപയെ കൂടുതലാകും GST ഒക്കെ ഉൾപ്പെടെ വരും. അപ്പോൾ അതാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വൈസറുകൂടെ വെക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ആമസോണും ഫ്ലിപ്കാർട്ടുകളിലും ഒക്കെ തന്നെ ഈ വൈസറുകളൊക്കെ തന്നെ ഹൈനസിൻ്റെ അവൈലബിളാണ്. അതുപോലെ തന്നെ ഇനി വെക്കാനുള്ളത് നമ്മുടെ ഇഞ്ചൻ ഗാർഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന
ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കണേ, അതാണ്. കമ്പനിയിൽ നിന്ന് വരുന്നത് തീരെ ചെറുതായതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ കമ്പനിയിൽ നിന്ന് വെക്കാൻ. കമ്പനിയിൽ നിന്ന് വെക്കുമ്പോൾ 1700 സംതിങ് രൂപയേ ഉള്ളൂ. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് നല്ല അടിപൊളിയായിട്ട് ഇത്രയും കീറിയൊക്കെ ഇരിക്കുന്നതിന് ഏകദേശം 1800 രൂപയൊക്കെ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ആഫ്റ്റർ മാർക്കറ്റ് വെക്കാനായിട്ട് ഞാൻ, അതായത് ഇഞ്ചിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഗാർഡുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വെക്കാനായിട്ട് ഞാൻ വെച്ചില്ല. വെക്കാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്, കമ്പനിയിൽ നിന്ന് വരുന്നത് ചെറുതാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വെക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ അതെ പെയിൻറ്റ് ക്വാളിറ്റി വളരെ മോശമാണ് ഹൈനസിൻ്റെ. ഇത് കണ്ടോ, സ്റ്റമ്പിൻ്റെയൊക്കെ പെയിൻറ്റ് ഇപ്പം തന്നെ പോയി. അതുകൂടാതെ തന്നെ ഈ പ്രാവശ്യത്തെ സർവീസ് എന്ന് പറയുന്നത് ഒരു മെച്ചമില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതിലും നല്ലതായിട്ട് സർവീസ് ചെയ്ത് തന്നു. കാരണം പെയിൻറ്റ് വീണ്, അവിടെ പെയിൻറ്റ് അടിക്കുമായിരുന്നു, പെയിൻറ്റ് വീണിട്ട് ഈ വണ്ടിയിലെല്ലാം വീണു. പക്ഷെ അവർ വാഷ് ചെയ്ത് തന്നു. വാഷ് ചെയ്തെന്ന് പറയുന്നില്ല, വാഷ് ചെയ്ത് രണ്ടാമത് വാഷ് ചെയ്ത് തന്നിട്ട് പോലും ഇവിടെ എല്ലാം പെയിൻറ്റ് ഇരിക്കണം കേട്ടോ. വൈറ്റ് പെയിൻ്റാണ് ഈ ഇരിക്കുന്നത് മൊത്തം. ഇഞ്ചിൻ്റെ ഇവിടെ എല്ലാം ഇരിക്കുന്നത് വൈറ്റ് പെയിൻ്റാണ്. ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റ് ക്വാളിറ്റി മോശമാണ്. ഇത് കണ്ടോ, പെയിൻറ്റ് ഇളകി. പിയാനോ ബ്ലാക്ക് കളറാണ് എഞ്ചിനെ വരുന്നതാണ്, ഇവിടെ എല്ലാം ഇളകി കണ്ടോ. വളരെ മോശമാണ് ഹൈനസിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി. ഇത് കണ്ടോ, ഇതെല്ലാം ഇളകിയതാണ്. ഈ അകത്ത് കണ്ടോ, ഇത് ഇളകിയതാണ്. ഈ ഇരിക്കുന്ന വെള്ളമൊക്കെ പെയിൻറ്റ് പിടിച്ചാണ്. ഇതുണ്ട്, ഇതിലൊക്കെ വൈറ്റ് ഇരിക്കുന്നതൊക്കെ ഈ പ്രാവശ്യം അവിടെ മഴ പെയ്തുകൊണ്ട് കാണാൻ പറ്റും, പെയിൻറ്റ് പിടിച്ചാണ്. അവരത് വാഷ് ചെയ്ത് തന്നു. എന്നിരുന്നാലും ചില ഭാഗങ്ങളൊന്നും അവർ വാഷ് ചെയ്യാത്തത് കൊണ്ട് അവിടെ ആ പെയിൻറ്റ് ഇരുന്ന് ഇഞ്ചിനിലെല്ലാം നല്ല കളറായിരുന്നു ഇഞ്ചിന്. ഇതായാലും ഇതുണ്ടോ, പെയിൻറ്റ് ക്വാളിറ്റി വളരെ മോശമാണ് പെയിൻറ്റിങ്ങിൻ്റെ. അല്ലാതെ ഹൈനസിനെ പറ്റി കുറ്റം പറയാനായിട്ട് എനിക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വരുത്തിയിരിക്കുന്ന ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻ. ഇതിനകത്ത് ഇല്ലീഗലായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ വൈസർ മാത്രം സെറ്റ് ചെയ്യുക. വൈസറൂടെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് വണ്ടിയുടെ ലുക്കും ഭാവവും എല്ലാം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൈസറും കൂടെ വരുമ്പോഴത്തേന് അടിപൊളി ലുക്കായിരിക്കും വണ്ടിക്ക്. ഇങ്ങനെ നോക്കുമ്പം തന്നെ വണ്ടി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ. അത്രയ്ക്ക് ലുക്കാണ് നമ്മുടെ വണ്ടി ഇപ്പം തന്നെ. ബാക്ക് റെസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും വണ്ടി വലുതായി. ഒരു 350 ക്ലാസിക്കിൻ്റെ ഒരു റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ ഹോണ്ട ഹൈനസ് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേ നമ്മുടെ വണ്ടിയിൽ ഈ പ്രാവശ്യം എത്ര രൂപയാണ് സർവീസ് കോസ്റ്റ് വന്നതെന്നും നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നും അതിന് എത്ര രൂപയൊക്കെ ആയിട്ടുണ്ടെന്നും നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയും സർവീസ് കോസ്റ്റ് കൂടുതലുള്ളൊരു വണ്ടിയാണ് ഹൈനസ് 350 ആണ്, CB 350 ആണ്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടി ആയതിനാലാണ് ഇതിന് ഇത്രയും തന്നെ സർവീസ് കോസ്റ്റ്. ഏകദേശം എഞ്ചിൻ ഓയിൽ തന്നെ 2 ലിറ്ററോളം വരും. അതിന് ഏകദേശം 1000 സംതിങ് രൂപ, 1600 രൂപയോളം വരും. അത് 5000 അല്ലെങ്കിൽ 6000 കിലോമീറ്ററിലാണ് മാറുന്നത്. മറ്റു വണ്ടികളൊക്കെ 2000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഓയിൽ മാറുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് അത് വലിയൊരു റേറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികൾക്കെല്ലാം തന്നെ ഇത്രയും സർവീസ് കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇന്ന് സർവീസിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മൊത്തം സർവീസ് കോസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണോ സംഭവങ്ങൾ എല്ലാത്തിൻ്റെയും നമ്മൾ വിവരങ്ങൾ, അതായത് വില വിവരങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈനസിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ തന്നെ, ഇനി വരുന്ന മോഡിഫിക്കേഷൻസും മറ്റു വിവരങ്ങളും ഒക്കെ തന്നെ നമ്മൾ ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മളുടെ ഈ ചാനൽ തുടർന്നും ഉണ്ടാകും. അപ്പോഴേ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സർവീസിൽ നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോഴേ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. ഇനി ഹൈനസിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ തന്നെ വരാനായിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഇല്ലാതിരിക്കണം. ഇനി തുടർന്ന് നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.